ICCയുടെ പുതിയ ഏകദിന റാങ്കിങ്ങിൽ നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ താരം ശുഭ്മാൻ ഗിൽ. കഴിഞ്ഞ റാങ്കിങ്ങിൽ 3-ാം സ്ഥാനത്തായിരുന്ന ഗിൽ ഒരു സ്ഥാനം മുന്നിലേക്ക് കയറി ബാറ്റർമാരിൽ 2-ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ ആദ്യ 2 മത്സരങ്ങളിലും ഗിൽ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു. ഇതിൽ ആദ്യ ഏകദിനത്തിൽ 87 റൺസ് നേടിയ കളിയിലെ കേമനായതും ഗിൽ തന്നെയാണ്. ഈ പ്രകടനങ്ങളാണ് ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ താരത്തെ 2-ാം സ്ഥാനത്തെത്തിച്ചത്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ വമ്പൻ ഫ്ലോപ്പ് ആവുകയും വിമർശനങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വരികയും ചെയ്ത താരമാണ് ഗിൽ. അതുകൊണ്ട് തന്നെ താരത്തിന്റെ ഈ നേട്ടം കൂടുതൽ ശ്രദ്ധ നേടുകയാണ്. മാത്രവുമല്ല, താരത്തിൽ നിന്നും ഇതേ മികവിലുള്ള പ്രകടനമാണ് ICC ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. അതേസമയം മറ്റൊരു താരം കൂടി തന്റെ റാങ്കിംഗ് ഉയർത്തിയിട്ടുണ്ട്. ഇംഗ്ലണ്ടിന് എതിരായ ആദ്യ 2 ഏകദിനങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ താരം ശ്രേയസ് അയ്യരാണ് നേട്ടമുണ്ടാക്കിയ താരം. ഒരു സ്ഥാനം മുന്നിലേക്ക് കയറി താരം ഇപ്പോൾ ബാറ്റർമാരിൽ 10-ാം സ്ഥാനത്താണ്. ശ്രേയസ് പ്ലേയിങ് 11-ൽ ഇടം നേടുന്നത് പോലും തീർത്തും അപ്രതീക്ഷിതമായി നടന്ന കാര്യമായിരുന്നു. വിരാട് കോഹ്ലിക്ക് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ കാൽമുട്ടിലേറ്റ പരിക്ക് കാരണം മാറി നിൽക്കേണ്ടി വന്നു. ഈ സാഹചര്യത്തിലാണ് ശ്രേയസ് അയ്യർ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുന്നത്. പിന്നീട് ടീം ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന താരത്തെയായിരുന്നു ക്രിക്കറ്റ് ലോകം കണ്ടത്. ഇതോടെ താരത്തിന്റെ തലവര മാറി. ബെഞ്ചിലിരിക്കേണ്ടിയിരുന്ന താരം പ്ലേയിങ് 11-ൽ സ്ഥിരസ്ഥാനം ഉറപ്പിച്ചു. പരമ്പരയിലെ 3 മത്സരങ്ങളിലും താരം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം 2 താരങ്ങൾ തങ്ങളുടെ റാങ്കിംഗ് മെച്ചപ്പെടുത്തിയപ്പോൾ 2 സൂപ്പർ താരങ്ങൾ പട്ടികയിൽ താഴേക്കിറങ്ങി. 2-ാം ഏകദിനത്തിൽ സെഞ്ചുറി നേടിയിട്ടും ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് പുതിയ റാങ്കിങ്ങിൽ തിരിച്ചടിയേറ്റു. ഒരു സ്ഥാനം നഷ്ടമായ അദ്ദേഹം 3-ാം സ്ഥാനത്തേക്ക് ഇറങ്ങി. വിരാട് കോഹ്ലി 2 സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ട് 6-ാം സ്ഥാനത്തേക്കും വീണു. എന്നാൽ കഴിഞ്ഞ കുറേ മത്സരങ്ങളിൽ തുടർച്ചയായി 2 അക്കം തികയ്ക്കാൻ കഷ്ടപ്പെട്ട കോഹ്ലി 3-ാം ഏകദിനത്തിൽ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കിയാണ് കളിക്കളത്തിൽ നിന്ന് പോയത്. ഇത് ഇന്ത്യക്ക് നൽകുന്ന പ്രതീക്ഷ ചെറുതായിരുന്നില്ല. കാരണം തുടർച്ചയായി ഫോം ഔട്ട് പിടിയിലായ കോഹ്ലി ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇതുതന്നെ തുടർന്നാൽ അത് ഇന്ത്യൻ ടീമിനെ നന്നായി തന്നെ ബാധിച്ചേക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള ഈ അർദ്ധ സെഞ്ചുറി നേട്ടം വലിയ രീതിയിലുള്ള ആശ്വാസമാണ് ഇന്ത്യൻ ടീമിനും ആരാധകർക്കും നൽകിയിരിക്കുന്നത്. അതേസമയം കുൽദീപ് യാദവാണ് ഏകദിന ബൗളിംഗ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ 3 സ്ഥാനങ്ങൾ പിന്നിലേക്ക് ഇറങ്ങിയ അദ്ദേഹം നിലവിൽ 5-ാം റാങ്കിങ്ങിലാണ്. ഇന്ത്യയുടെ മുഹമ്മദ് സിറാജ് 4 സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ട് 10-ാം റാങ്കിലെത്തിയപ്പോൾ രവീന്ദ്ര ജഡേജ 11-ാം സ്ഥാനവും മുഹമ്മദ് ഷമി 13-ാം സ്ഥാനവും നിലനിർത്തി.